ഉണർവ് 2025 പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കടന്നു വന്നിരിക്കുന്നത് വാച്ചേരിൽ പ്രിയപ്പെട്ട VI പൗലോസേട്ടന്റെ ഭവനത്തിലാണ്. അദ്ദേഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. പൗലോസേട്ട, സ്വാഗതം ഉണർവ് 2025 നമുക്ക് ആദ്യം ബാല്യകാലത്തിലേക്ക് പോവാം. നമ്മുടെ ഏത് വർഷമായിരുന്നു ജനിച്ചത്, മാതാപിതാക്കളുടെ പേര്, അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് തുടങ്ങാം. പറഞ്ഞു. ഞാൻ 1947 ഓഗസ്റ്റ് 14 രാവിലെ 7-നും 8-നും ഇടയ്ക്ക്. സ്വാതന്ത്ര്യ ദിനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ ഓക്കെ. അത് പ്രത്യേകിച്ച് എന്റെ ഓർമ്മയിൽ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മുടെ പുള്ളിക്ക് കൂടായിട്ട് അച്ഛനാണ് പള്ളിയിൽ. അച്ഛൻ എല്ലാ ഞായറാഴ്ച അല്ലെങ്കിൽ കുർബാന ഉള്ള ദിവസം ഇവിടെ വന്നിട്ട് ഈ വീട്ടിൽ കയറാതെ പോകില്ല ഉച്ചയ്ക്ക്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ ഏറ്റവും വലിയ കൂട്ടുകാരാണ് എന്റെ അപ്പൻ. അത് എന്ത് കാര്യമുണ്ടെങ്കിലും ഇടയിത്താപുരി എന്നൊക്കെ വിളിച്ച് എന്തെങ്കിലും പറയാതെ ആലോചിക്കാതെ അവർ ചെയ്യാറില്ല. അത്ര ആത്മാർത്ഥയായിരുന്നു. ഈ അച്ഛൻ, ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ്. അപ്പൊ തലേ ദിവസം ഞായറാഴ്ച അച്ഛൻ പള്ളിയിൽ പോയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോ അമ്മ ഗർഭിണിയാണെങ്കിലും ചവറ് മുറിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ കയറി ഒരു ഗ്ലാസ് ചിലപ്പോ എന്തെങ്കിലും കഴിക്കും, അല്ലെങ്കിൽ ചിലപ്പോ കഴിക്കാതെ പോകും. ഇതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഓഗസ്റ്റ് 15 ആയതുകൊണ്ട് അച്ഛൻ കുർബാനയ്ക്ക് വന്നു. കുർബാനയ്ക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അപ്പനോട് ചോദിച്ചു, എടാ അന്നമ്മ എന്തിയടാ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അന്നമ്മ പെറ്റെടുക്ക. അപ്പൊ ഞാൻ ഇന്നലെ വന്നു, അന്നമ്മ ചവറ് മുറിക്കാറുന്നല്ലോടാ എന്നിങ്ങനെ ഒരു തമാശ. അപ്പൊ അത് എന്റെ ഓർമ്മയിലുണ്ട്. അങ്ങനെയാണ് ആ ഡേറ്റ് നമുക്ക് ഇപ്പോഴും കൃത്യമായിട്ട് അറിയാവോ. ഇവിടുത്തെ വീട്ടുപേരൊന്ന് പറയാവാ? വീട്ടൂര് വാച്ചേരി. അപ്പന്റെ അമ്മയുടെ പേര് ഇത്താപ്പിരി അന്നം. അവര് കൃഷിയായിരുന്നു. അവർക്ക് കൃഷിയായിരുന്നു. എങ്ങനെ നെല്ല് കൃഷി, നെല്ല് എല്ലാം ഉണ്ടായിരുന്നു. ജാതി, വാഴ, അടയ്ക്കാമരം എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എന്റെ അമ്മയുടെ അപ്പൻ തോപ്പിപ്പള്ളിയിലെ ആദ്യത്തെ കപ്പ്യാരായിരുന്നു. ആണല്ലേ? ആണ്. പൈലി. അപ്പൊ അങ്ങനെ ഈ പള്ളിയായിട്ട് നമുക്ക് കൂടുതലായിട്ട് ബന്ധം, ഞാൻ നമ്മുടെ കാരണവന്മാര് മുതലേ ബന്ധമുണ്ട്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മാതിരി ആയിരുന്നു വല്യപ്പൻ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോകും, ആർക്കെങ്കിലും ഒരു കാള മേടിക്കാനോ ഇതിനൊക്കെ. അപ്പൊ അതും നടന്നുള്ള ചിലപ്പോ വഴുകും വരാൻ. അപ്പൊ അമ്മോട് പറഞ്ഞിട്ട് പോകും, ഞാൻ വരാൻ വഴി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ മണിയടിക്കണമെന്ന്. അമ്മയുടെ ഈ മുണ്ടിന്റെ വാലെ പിടിച്ച് ഞാനും പോകും. അപ്പൊ നമുക്കും ഈ മണിയടിയൊന്ന് പഠിക്കണമെന്ന്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ കെട്ടു തൂങ്ങും, ചാടി പിടിച്ച് മണിയടിക്കും. ആൾക്കാർ ഓടിക്കൂടുകയൊക്കെ ചെയ്യാറുണ്ട് അന്ന്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അടിക്കുന്നത് അല്ലല്ലോ. അപ്പൊ കൂട്ടമണി അടിക്കണ എന്താന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ജീവിതാർന്ന്. പിന്നെ സഹോദരങ്ങളുണ്ടായിരുന്നോ? ഞങ്ങൾ 6 മക്കളായിരുന്നു. 6 മക്കൾ. നിങ്ങൾ എത്ര പേരായിരുന്നു? 3 ആണും 3 പെണ്ണും. 3 ആണും 3 പെണ്ണും. നിങ്ങൾ 6 മക്കൾ. ചേട്ടൻ എത്രാമത്തെ ആയിരുന്നു? ഞാൻ ഏറ്റവും ഇളയതായിരുന്നു. അപ്പൊ നമുക്ക് തുടക്കം പഠനവും കാര്യങ്ങളൊക്കെ, വിദ്യാഭ്യാസം ഞാൻ 7 ക്ലാസ് പഠിച്ചിട്ടുള്ളൂ. കിഴക്കമ്പലത്തായിരുന്നു? അതോ? കിഴക്കമ്പലത്ത് തന്നെയാണ്. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സാമ്പത്തിക ചുറ്റുപാട് കാര്യങ്ങളൊക്കെ. സാമ്പത്തികമല്ല, ഇപ്പൊ നമ്മുടെ അപ്പൻ എന്ന് പറഞ്ഞാൽ പെൺപിള്ളേരോടായിരുന്നു വാത്സല്യം. അവരെ പഠിപ്പിക്കണം, വലിയ ഇതാക്കണം. ആൺപിള്ളേരെ ഏതായിരുന്നാൽ ഈ കാളയുടെ മുതുകാളയുടെ മൂടും എന്നുള്ളൊരു ഇതിൽ, വേറെ ഇതിലല്ല. അന്നത്തെ സാഹചര്യം പൊതുവെ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ പെങ്ങന്മാരെ പഠിപ്പിച്ച് മൂത്ത പെങ്ങളെ കുമ്മനൊട്ടി കല്യാണം കഴിച്ചു. രണ്ടാമത്തെ പെങ്ങളെ നഴ്സിംഗിന് വിട്ടു. ഈറോഡിലെ പഠിച്ചത്. അത് കഴിഞ്ഞ പുള്ളിക്കാരത്തി അങ്ങനെ പോയി അമേരിക്കയിൽ പോയി. പിന്നെ ഇളയ പെങ്ങള് ഇവിടെ ഹിന്ദി ടീച്ചറായിട്ട് പഠിച്ചു. അവളും ദുബായിൽ പോയി. അങ്ങനെ അങ്ങോട്ട് അവരങ്ങനെ ആ ജീവിതം കല്യാണം കഴിഞ്ഞാൽ അവരങ്ങനെ പോയി. ചേട്ടന്റെ വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഞാൻ ഏത് വർഷം കല്യാണം കഴിച്ചത്? ഞാൻ 1979. ചേച്ചിയുടെ വീട് എവിടെയായിരുന്നു? വീട് കോലഞ്ചേരി തമ്മാനുവരത്തിന് പോണ വീട്. തമ്മാനുവറ്റം പോകുന്നു. ചേച്ചിയുടെ പേര് അമ്മണി, ഏലിയമ്മ എന്നാണ്
പേര്. എങ്കിലും അമ്മയെന്ന് അവിടെ ഒരു പെണ്ണ് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പൊ അവർക്ക് കണ്ടവാനം പൊന്നാരം വന്നു അമ്മണി ചെല്ലപ്പേരായിട്ട് വിളിച്ചു. അതങ്ങനെ ഇതായി. ഇപ്പോഴും നമ്മുടെ കല്ലറയുടെ മുകളിൽ തന്നെ എഴുതിയിട്ടേക്കുന്നു അമ്മണി പോലും. മക്കള് 3 പേര്. മൂത്തയാള് 3 ആൺപിള്ളേരാണ്? അല്ല, 3 പെൺപിള്ളേരാണ്. മൂത്തയാളുടെ പേര് ഷൈനി. എങ്ങോട്ടാ കല്യാണം കഴിച്ചു? അവളെ കരിമുള്ള കല്യാണം. അവള് ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. അവരിപ്പോ അതിനകത്താക്കി. മരുമോൻ പുറത്തായിരുന്നു. ഇപ്പൊ ഇവിടെ ഉണ്ട്. മക്കൾ എത്ര പേര് അവർക്ക് ഒരാണിന്റെ ഒരു പെണ്ണ്. ഒരു പെണ്ണ്. രണ്ടാമത്തെ മോക്ക് ഇത്തിരി സുഖമില്ലാത്ത. അപ്പൊ അത് കാരണം അതിനെ ഇവിടെ നിർത്താൻ പറ്റില്ലാത്ത കാരണം മൂത്ത മോക്കടെ വീട്ടിലാണ്. കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല? ഇല്ല. രണ്ടാമത്തെ മോള്. അതിന്റെ പേര് സിനി. മൂന്നാമത്തെ ഇളയാള് നമ്മുടെ വെണ്ണിക്കുളത്തായിട്ട്. ആളുടെ പേരെന്താ? സാനി. ഹസ്ബൻഡ് എന്ത് ചെയ്യും? അവൻ ഓരോ വർക്കാണ്. അവിടെ മക്കള് അവർക്ക് സിനി എന്ന് പറഞ്ഞല്ല. ഈ ഇളയാൾക്ക് ഒരാണും ഒരു പെണ്ണ്. 2 ആണും ഒരു പെണ്ണാറുന്നു. അതിലൊരു ആൺകൊച്ചും മരിച്ചുപോയി. അതങ്ങനെ നമ്മളപ്പോ 7ാം ക്ലാസ് വരെയാണ് നമ്മൾ പഠിച്ചത്. അതായത് ഏകദേശം ഒരു 10-13 വയസ്സ് വരെ. ഈ 13 വയസ്സിന് ശേഷം നമ്മള് അപ്പന്റെ അമ്മയുടെ കൂടെ നമ്മുടെ കൃഷിപ്പണി കാര്യങ്ങളൊക്കെ, വീട്ടിലെ പണികൾ കൃഷിപ്പണിയൊക്കെ ആയിട്ട് പോയി. നെല്ലൊക്കെ ഉണ്ടായിരുന്നു, നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആയിട്ട് അപ്പൊ പാടത്തും പരമ്പത്തൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ നടന്നുപോയി. നമ്മള് എപ്പോഴാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത്? അപ്പൊ അങ്ങനെ ചെറുപ്പം മുതൽ ഇങ്ങനെ കന്നാലി ഉഴവും കന്നാലും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞ് പിന്നെ ചേട്ടന്മാരൊക്കെ വേറെ പോയി കഴിയുമ്പോ ഈ വീതങ്ങൾ തിരിച്ച് നമ്മുടെ സ്വത്ത് വീതങ്ങൾ തിരിച്ചു കഴിഞ്ഞപ്പോഴത്തെ അവർക്ക് അവരുടേതായ കാര്യമായി, നമുക്ക് നമ്മുടേതായ കാര്യമായി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇളയ പെങ്ങളെ കല്യാണം കഴിക്കുന്നത്. ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഇളയ പെങ്ങളെ കല്യാണം കഴിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ കൃഷിപ്പണി കൊണ്ട് മാത്രം നമുക്കൊരു ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാന്ന് ഉദ്ദേശിച്ച് ഞാൻ ഇങ്ങനെ ആദ്യം ഫസ്റ്റിലെ ഒരു എരുമ മേടിക്കാം. അപ്പൊ കിഴക്കമ്പലത്തെ ഒരു സൊസൈറ്റി ഉണ്ടാക്കി. അങ്ങനെ സൊസൈറ്റിയുടെ 2ാമത്തെ മെമ്പർ ഞാനാണ്. അങ്ങനെയൊക്കെ അങ്ങോട്ട് ഒപ്പിച്ച് വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ കൊച്ചേട്ടൻ പ്രസിഡന്റ്, നമ്മളങ്ങനെ അങ്ങോട്ട് എല്ലാം ഇതായി. അങ്ങനെ മേടിച്ചു വന്നു കഴിഞ്ഞപ്പോ അപ്പൻ പിന്നെ പെരമേട്ട് നോക്കി. അതെല്ലാം കഴിഞ്ഞ് അപ്പനും പ്രായമായി. അപ്പൻ 1 വർഷക്കാലം കിടപ്പായിരുന്നു. 1995 ജനുവരി 28 തീയതിയാണ് അപ്പം മരിക്കുന്നത്. അപ്പൊ പിന്നെ നമ്മള് കൂടുതലായി. പിന്നെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും 1997 നമ്മുടെ മോക്കടെ കല്യാണം വന്നു. പിള്ളേർ പഠിത്തം ഏതാണ്ടൊക്കെ കഴിഞ്ഞു. മോക്കടെ കല്യാണമൊക്കെ വന്നു കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ കഴിച്ചു. ആ 97 ജൂലൈ 13 തീയതിയാണ് എൻ്റെ അമ്മ മരിക്കണേ. അപ്പൊ പിന്നെ അത് കാരണന്മാരുടെ ഒരു ഭാഗം ക്ലിയറായി. പിന്നെ ഞങ്ങള് അങ്ങനെയാണ് ജീവിക്കാൻ തുടങ്ങി. ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് മക്കൾക്ക് വീതം തിരിച്ചു കൊടുത്തു. മക്കളത് വിറ്റു. അവരുടെ കാര്യം അങ്ങനെ പോയി. പിന്നെ നമ്മുടെ പശുവിന്റെ ഇതിലേക്ക് വന്നത് ആദ്യം എരുമയായിരുന്നു. ആ എരുമയുടെ ഇത് വന്നു കഴിഞ്ഞപ്പോ നമുക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി. എരുമപ്പാലിന് ചെലവില്ലാതെ വന്നു. ഈ സൊസൈറ്റി നിർത്തി. പാലെടുക്കൽ നിർത്തിയോ? ഈ സൊസൈറ്റി പൊട്ടിപ്പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എരുമയൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് പശുവാക്കി. അപ്പൊ മിനിമയ്ക്ക് പാല് കൊടുക്കാന്നായി. പശു അന്ന് എത്ര പശു ഉണ്ടായിരുന്നു? അന്ന് നമ്മൾ തുടങ്ങിയത് 4 പശു തുടങ്ങിയത്. അവസാനം വന്നു കഴിഞ്ഞപ്പോ ഏതാണ്ട് 2012 35 എണ്ണം. 35 പശു 2012 ഉണ്ടായിരുന്നു. നമുക്കിത് ഏത് തരം പശു? ഏനമല്ലേ? ഇത് ജേഴ്സിയാണ്. നമ്മളിത് എവിടെ നിന്നാ കൊണ്ടുവന്നേ? ഇത് ഞാൻ ഈറോഡിൽ നിന്ന് കൊണ്ടുവന്ന. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈറോഡിൽ നിന്നാണ് നമ്മള്. ജേഴ്സി ഇനമാണ്. ഇതിനകത്ത് തീറ്റയ്ക്ക് വ്യത്യാസം ഉണ്ടോ? നാടൻ പശുവും ഇതും തമ്മില് തീറ്റയില് വ്യത്യാസം? കൊടുക്കണമല്ലോ, തീറ്റ കൂടുതൽ കൊടുക്കണം. നമ്മുടെ നാടൻ പശു ആകുമ്പോ ഈ മഴയത്ത് എവിടെയെങ്കിലും പറമ്പിലേക്ക് കെട്ടിയാൽ മതി. പിന്നെ ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അസുഖങ്ങളുണ്ട്. അസുഖം ചിലപ്പോ പനി വരുമ്പോ തന്നെ നമ്മള് ഈ നീർക്കെട്ടിനും പനിക്കുള്ള ഗുളിക ആദ്യം തന്നെ കൊടുക്കും, വന്യാന്ന്. പിന്നെ പെറ്റിട്ട് ഒരു 15 ദിവസം ആകുമ്പോഴത്തേക്കും നമ്മൾ വിരയുടെ ഗുളിക. അത് വിരയുടെ വലിയ പശുക്കൾക്കാണെങ്കിൽ 3000-ന്റെ ഗുളിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത്ര വിലയുണ്ട്?
3000 രൂപയല്ല ഇതിന്റെ ക്വാളിറ്റി ഓക്കെ ഓക്കെ ഓക്കെ. അത് 3000. പിന്നെ കിടാവ് 15-16 ദിവസം കഴിയുമ്പോഴത്തേക്കും അതിന് ചെറിയ ഗുളിക, അതല്ലെങ്കിൽ ഈ ആന്റിഫാറോ എന്ന് പറഞ്ഞ സാധനം, അത് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അതിന്റെ പകുതിയും കൂടെ കൂടി കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കിടാവിന്റെ. പിന്നെ പശുക്കൾക്കെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അതൊക്കെ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളാണ് നമ്മൾ. അതെ അതെ. പിന്നെ ഞാനിവിടെ തീറ്റ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരും കൊടുക്കണ മാതിരിയല്ല, ഞാൻ പരുത്തി പിണ്ണാക്ക് കൊടുക്കണം. പിന്നെ ഇത്രയും നാളും നമ്മൾ ഈ സുപ്രീം കൊടുത്തുകൊണ്ടിരുന്ന ഇപ്പൊ ഈ പാല് ഊർന്നു പോരും, കന്നാലി ക്ഷീണിക്കും, ചൊന പിടിക്കാൻ ബുദ്ധിമുട്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കേരള ഫീൽഡ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ പാൽ ഇത്തിരി കുറയും ആ തീറ്റ കൊടുക്കുമ്പോ. അപ്പൊ കന്നാലിക്ക് ശരീരത്തിന്റെ ഇതൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഗോതമ്പ് തവിട് കൊടുക്കും. അപ്പൊ എന്നുമില്ല ഗോതമ്പ് തവിട് എന്നും കൊടുക്കും, അത് തിരിയും ഗോതമ്പ് തവിടും എന്നും കൊടുക്കും. പശുവിന് ഒരു അല്പം ക്ഷീണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പരുത്തി പിണ്ണാക്ക് കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ പരുത്തി പിണ്ണാക്ക് കൊടുത്തു കഴിഞ്ഞാൽ പാലിന് ഫാറ്റ് കൂടുതലുണ്ടാവും, പശുവിന് നല്ല ആരോഗ്യം ഉണ്ടാവും, ക്ഷീണിക്കില്ല. അപ്പൊ അങ്ങനെ ഞാൻ മിക്കവാറും സ്ഥിരം ഞാൻ തന്നെ കൊടുക്കും കന്നാലിക്ക്. പിന്നെ പുല്ലായിട്ട് ഞാൻ ഇപ്പൊ നേരത്തെ പുല്ല് കൊടുക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ എന്നെ കൊണ്ട് സമയമുള്ള രീതി അനുസരിച്ച് പുല്ല് കൊടുക്കും. പിന്നെ വൈക്കോലാണ് നമ്മൾ മേടിക്കുക. അത് ഇവിടെ എനിക്ക് സ്ഥിരം കൊണ്ടുതന്നെ ആളുണ്ട്. തമിഴ്നാട്ടിൽ നിന്നാണോ അതോ പാലക്കാട് ഭാഗത്തു നിന്ന് സ്ഥിരം ഏതാണ്ട് ഒരു 20 വർഷക്കാലമായിട്ട് എനിക്ക് സ്ഥിരം തരുന്ന ആളുണ്ട്. അപ്പൊ ഇപ്പൊ വില എന്തായി? അത് ഒരു കെട്ട് റോള് അതിന് ഏതാണ്ട് ഒരു 350 രൂപ ഇവിടെ ഇറക്കിട്ടേ. അപ്പൊ നമുക്ക് പശുവിന്റെ എണ്ണം കൂടുമ്പോ അതനുസരിച്ച് ഇവിടെ വരും. അല്ല, ഞാൻ അതനുസരിച്ച് വിളിച്ച് പറയുന്ന രീതി അനുസരിച്ച് ഞാൻ ഇവിടെ ഇറക്കി വെക്കും. എങ്ങനെ പോയാലും ഒരു 2 മാസത്തേക്കുള്ള വയ്ക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നിച്ചിറക്കി. അപ്പൊ നമ്മൾ താഴത്ത് ഷെഡ്. അപ്പൊ അതങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ പുള്ളിക്കാവുമ്പോ എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ ഒത്തിരി സാവകാശമുണ്ട്. വരുമ്പോ തന്നെ 10-20 വർഷത്തെ ഒരു തന്നെയല്ല പുള്ളി എല്ലാവർക്കും മിക്കവാറും ഒക്കെ കൊടുക്കുന്നത് അങ്ങനെയാ. അപ്പൊ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇത്തിരി ഇതുണ്ട്. കാരണം അത് വേറെ ഒന്നും കൂടിയിട്ടില്ല, നമ്മളുടെ ദുരിതമൊക്കെ പുള്ളിക്ക് അറിയുകയും ചെയ്യാം. ഇത്രയും കാലങ്ങളായല്ലോ. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിനൊന്നും ഒരു കുഴപ്പമില്ല. പൈസയുടെ കാര്യത്തിൽ നമുക്കൊരു സാവകാശം കിട്ടുകയും ചെയ്യും. നമുക്ക് ചിലപ്പോ 10-25 രൂപ കൂടുതൽ കൊടുക്കേണ്ടി വരും. അത് അത്രയൊക്കെ ഉള്ളൂ. അത് നമുക്ക് വിഷയമായിട്ട് തോന്നണല്ലോ. ആള് തന്നെ ഒരു പശു, ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പശു എത്തി. അപ്പൊ പശു എത്തി കഴിഞ്ഞപ്പോ അത് പശു കൊണ്ടുവന്ന് 15 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോ പശുവിന് ഒരു അകിട് വീക്ക് പോലെ തോന്നി. ഞാൻ ഡോക്ടറെ വിളിച്ച് ഇഞ്ചക്ഷൻ എടുത്തു. വെളുപ്പം കാലത്ത് പശു എത്തി. അപ്പൊ ഞാൻ അപ്പൊ തന്നെ ഈ മിനിമേക്ക് ഒരു കംപ്ലൈന്റ് ചെയ്തു. ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ കംപ്ലൈന്റ് ചെയ്താലാണല്ലോ നമുക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ്. അങ്ങനെ വാങ്ങിച്ചു. അപ്പൊ മിനിമക്കാര് ഇൻഷുറൻസ് ഇല്ലാത്തതിന് 15,000 രൂപ വരും. അത് ഇരുമ്പനത്ത് കൊടുത്താൽ മതി ഹെഡ് ഓഫീസിൽ. അങ്ങനെ ഞാൻ കൊണ്ടുപോയി കൊടുത്തപ്പോ 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എനിക്ക് മിനിങ്ങാന്ന് ചെക്ക് തന്നു 15,000 രൂപയുടെ. എനിക്കാണ് അങ്ങനെ കാര്യങ്ങൾ വന്നു. ഇനി പശു വളർത്തലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്താ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അത് വൃത്തിക്കും മെനക്കും അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലെ വെളുപ്പം കാലത്ത് എനിക്ക് വരുന്ന വഴി തന്നെ പുൽത്തൊട്ടി നന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീറ്റ ഇട്ട് വെള്ളം കൊടുക്കും. വെള്ളം കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തൊഴുത്തിൽ കയറി ചാണകം വടിച്ച് മാറ്റി കുളിപ്പിക്കും. ഞാനൊരു 3 പ്രാവശ്യമെങ്കിലും കുളിപ്പിക്കാറുണ്ട്. രാവിലെ കുളിപ്പിക്കും, ഉച്ചയ്ക്കും, പിന്നെ വൈകിട്ട് ഇനിയൊരു വെള്ളം കൊടുക്കലുണ്ട്. ഇനിയൊരു വെള്ളം കൊടുക്കലും കൊടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തൊഴുത്തിൽ കയറി ചാണകം ഒക്കെ മാറ്റിയിട്ട് ഒരു കുളിപ്പിക്കലും കഴിഞ്ഞ് പച്ചയോ അല്ലെങ്കിൽ പുല്ല എന്നാന്ന് വെച്ചാൽ ഇട്ട് കൊടുത്താൽ പിന്നെ നമ്മുടെ പണി തീരും. എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ മാത്രമേ വീട്ടിലേക്ക് ഇറങ്ങുള്ളൂ, ബാക്കിയെല്ലാം ഇവിടെ തന്നെ. രാവിലെ തൊട്ട് പശുവിന്റെ കാര്യങ്ങളൊക്കെ അപ്പൊ അതാണ് ഇങ്ങനെയൊക്കെ എന്റെ കാര്യം. പിന്നെ ഞാൻ ഈ പശു വിറ്റിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോണെങ്കിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽക്കാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കറക്കണമെങ്കിൽ ഒരു നേരം പാല് കൂടുതലുള്ള പശു കറക്കാതെ ഒരു നേരം ഇരുന്ന് കഴിഞ്ഞാൽ അകിട് വീക്കം വരും. തുടക്കം മുതലേ ചേട്ടൻ തന്നെയാണ് ഞാൻ ആരെയും കൂട്ടാറില്ല. ചേച്ചി ഉള്ളപ്പോഴും ചേച്ചി കറക്കൂല. മറ്റുള്ള കാര്യങ്ങളെല്ലാം ചേച്ചി ആയിരുന്നു. ഞാൻ 2 മണിക്ക് എണീക്കുമ്പോ എന്റെ കൂടെ എനിക്ക് വന്ന എല്ലാം പുള്ളിക്കാരും. 55 വർഷത്തിന്റെ ക്ഷീര കർഷകൻ എന്ന നിലയിലുള്ള ഒരു അനുഭവവും നമ്മളുമായിട്ട് പങ്കുവെച്ച പ്രിയപ്പെട്ട പൗലോസേട്ടന്
എല്ലാവിധ നന്മകളും നേരുന്നു. ഇത്രയും നേരം ഞങ്ങളോട് കൂടെ ഈ ഉണർവ് 2025 ഒരു പ്രോഗ്രാമിനോട് കൂടെ സഹകരിച്ചതിനുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി കൂടുതലും ഈ മേഖലയിൽ കൂടുതൽ പശുക്കളൊക്കെ ആയിട്ട് ഒരുമിച്ച് സന്തോഷത്തോടെ ആയിരിക്കാനായിട്ട് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട്. ഇത്രയുമുള്ളവരെ നമ്മള് മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു വ്യക്തിയുമായിട്ട് കണ്ടുമുട്ടാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.